നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകം ALP സ്കൂളിലെ 94-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ സ്കൂൾ തല പഠനോത്സവവും PTA ദിനാചരണവും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഊരകം ALP സ്കൂളിലെ 94-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരണം നമുക്ക് അറിയാം. നമ്മുടെ സ്കൂളുകളിൽ മുൻകാലത്തേക്കാൾ അപേക്ഷിച്ച് എല്ലാം ഉത്സവ പ്രതീതിയോടുകൂടി ഒരു പ്രവേശനോത്സവത്തിൽ തുടങ്ങി ഇപ്പോൾ അവസാനിക്കുന്നത് അധ്യയന വർഷം അവസാനിക്കുന്നതും ഒരു പഠനോത്സവത്തോടു കൂടി അവസാനിക്കുന്ന എല്ലാം ഉത്സവ പ്രതീതിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ടീച്ചർ ഇവിടെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളാരും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ്, ആരും പുറകിലല്ല എന്നുള്ളത് വിളിച്ചോതുന്ന ഓരോ പ്രവർത്തന റിപ്പോർട്ടുകളും നമ്മൾ കൃത്യമായി ഇവിടെ കേട്ടു. സ്കൂളിൽ നമ്മൾ ചേർപ്പിനെ സംബന്ധിച്ച് CNN സ്കൂളുകൾ എപ്പോഴും പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നേടിത്തുന്ന സ്കൂളുകൾ തന്നെയാണ്. സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾ എന്ന് മുന്നിലെ വരാന്തയിൽ നിന്ന് തൊട്ട് പിന്നിലെ മുറിയിലേക്കും അതിൻ്റെ പിന്നിലെ മുറിയിലേക്കും ഏറ്റവും അവസാനം ഒരു വീടിൻ്റെ ഏറ്റവും കോർണറിലുള്ള ഒരു മുറിയിലേക്കും നിങ്ങൾ എന്ന് പോയോ അന്ന് ഞങ്ങളുടെ പ്രശ്നം ആരംഭിച്ചു. അന്നാണ് ഞങ്ങൾക്ക് വഴിയില്ലാതായത്. അതായത് മദ്യപിച്ച് ഒരു മകൻ വരുമെന്നുണ്ടെങ്കിൽ അവൻ പിന്നീ കൂടെ വരണമായിരുന്നു. കാരണം കാർന്നോർ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങേരുടെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നത് തുറന്നൊരു ചവിട്ട് തരും, പിന്നെ വീട്ടിലേക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കാർന്നോന്മാരും ഉണ്ടായിരുന്നു. ആ കാർന്നോന്മാരെ ഏറ്റവും പിന്നിലെ റൂമിലേക്ക് മാറ്റിയപ്പോൾ തൊട്ട് തുടങ്ങിയ ആ അവസ്ഥ. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കഥകളി ആചാര്യൻ കലാനിലയം ഗോപിയാശാൻ, നർത്തകിയും എഴുത്തുകാരിയുമായ ഗിരിജാമാധവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ചെസ് ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ ചാമ്പ്യനായ ബിഡോൺ ബിജു, കേരള സർക്കാരിന്റെ വനമിത്ര അവാർഡ് ലഭിച്ച ഷീബ രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി MS ജൂഡിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, HM ഇൻചാർജ് PV ജിനി, വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ, വികസന സമിതി കൺവീനർ വിജയൻ ചേന്തനാത്ത്, സ്കൂൾ ഇൻചാർജ് VV ദേവസേന, അധ്യാപിക പ്രതിനിധി VS ഗിരിജ, PTA പ്രസിഡന്റ് രാഗേഷ് ഉണ്ണിയമ്പുറത്ത് എന്നിവർ സംസാരിച്ചു. പാറളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്തു തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെയും മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനിന്റെയും ഭാഗമായാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് കർശന താക്കീത് നൽകി. പൊതുയിടത്തിൽ ചാക്കിൽ മാലിന്യങ്ങൾ തള്ളിയതിന് വെങ്ങിനിശ്ശേരി സ്വദേശിക്കെതിരെ പിഴ ചുമത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു.
ചാക്കിൽ നിന്ന് ലഭിച്ച ആധാർ കാർഡിന്റെ കോപ്പി, മരുന്ന് ലിസ്റ്റുകൾ എന്നിവയിൽ നിന്നാണ് മാലിന്യം തള്ളിയയാളെ കണ്ടെത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജേഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ പി സുശീൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആരോമൽ രാജ്, ഊർമിള ഉണ്ണി, KP നിമ, VEO റെനീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ സ്കൂൾ തല പഠനോത്സവവും PTA ദിനാചരണവും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കുട്ടികളുടെ സർഗസൃഷ്ടികളടങ്ങിയ സർഗപത്മം കഥാകവിതാ സമാഹാരം BPC ഇൻചാർജ് ബീന MPTA പ്രസിഡന്റ് രേഷ്മ കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. വിദ്യാലയ പ്രവർത്തനം വിശദീകരിക്കുന്ന പത്രം സംസ്കൃതി വിരമിച്ച അധ്യാപകൻ KK ശങ്കരൻ സ്കൂൾ പ്രധാനമന്ത്രി അയാൻ അജാസിന് നൽകി പ്രകാശനം ചെയ്തു. കുട്ടികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ വസ്തുക്കൾ, പതിപ്പുകൾ, ടാലന്റ് ലാബ് ഉൽപ്പന്നങ്ങൾ എന്നിവ അടങ്ങുന്ന മികവിന്റെ പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂൾ തല പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളും രക്ഷിതാക്കൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ, SSG കൺവീനർ MS പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ചെറുതായി ബലം കൊടുക്കുക. ബലൂൺ പൊട്ടുന്നില്ല. ഇവിടെ ബലൂണിന്റെ പലയിടത്തായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അതായത് പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറവ് മാത്രം അനുഭവപ്പെടുന്നു. അതിനാൽ ബലൂൺ പൊട്ടുന്നില്ല. ഇനി ഒരേ ഒരു ആണിയുടെ മുകളിലേക്ക് ബലൂൺ വയ്ക്കുക. ചെറുതായി ബലം കൊടുക്കുക. ബലൂൺ പൊട്ടുന്നു. ഇവിടെ ബലൂണിന്റെ ഒരു സ്ഥലത്തായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അതായത് പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നു. തൃശൂർ നഗരത്തിൽ 3 ബൈക്കുകൾക്ക് തീപിടിച്ചു. നായ്ക്കനാലിനു സമീപം ഷൊർണൂർ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് കത്തിനശിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഓടിച്ചെത്തി പാർക്ക് ചെയ്ത ബൈക്കിലായിരുന്നു ആദ്യം തീപിടിച്ചത്. പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന 2 ബൈക്കുകളിലേക്കും തീ പടരുകയായിരുന്നു. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം 3/4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് ബൈക്കിൽ തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തുണ്ടായിരുന്ന കാറിലേക്ക് തീ പടരാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കി. ആധാരമെഴുത്ത് സ്ഥാപന ഉടമയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂരിക്കുഴി സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന 55 വയസ്സുള്ള സതീശൻ, ഇയാളുടെ മകൻ 25 വയസ്സുള്ള മായപ്രയാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊപ്രകളത്ത് ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്രസയില്ലത്ത് വീട്ടിൽ 48 വയസ്സുള്ള സഗീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഈ മാസം 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. കൊപ്രകളത്തുള്ള സഗീറിന്റെ ആധാരമെഴുത്ത് ഓഫീസിൽ സതീശൻ ഇയാളുടെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം പരിശോധിക്കുന്നതിന് ഏൽപ്പിച്ചിരുന്നു. ഈ ആധാരം പരിശോധിച്ച് വസ്തുവിന്റെ കീഴാധാരത്തിലെ അപാകതകൾ വസ്തു വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്ന ബിജീഷിനെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് അന്നു തന്നെ ഉച്ചയോടെ സതീശനും മകനും കൂടി ആധാരമെഴുത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചെത്തി സഗീറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിദേശത്തുള്ള കൂട്ടുകാരന്റെ വാടാനപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ സൂരജ്, പോലീസ് ഡ്രൈവർ അനന്ത്മോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സതീശനെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 2003 വധശ്രമ കേസും 2006 കൊലപാതക കേസും 2008 വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും 2018 മതിലകം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും 2019 കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുള്ള കേസുമടക്കം 11 ക്രിമിനൽ കേസുകളുണ്ട്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ്
നമുക്കറിയാം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളം ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ മലയാളം എവിടെയുണ്ടോ അവിടെയൊക്കെ മലയാളികൾ ഒത്തുകൂടുന്നൊരു സംവിധാനമുണ്ടായിരുന്നു. ആ സംവിധാനമായിട്ടുള്ള ശ്രീലങ്കൻ റേഡിയോയിൽ നമുക്കറിയാം പണ്ട് കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ആഗോളതലത്തിൽ തന്നെ ഈ റേഡിയോ എന്ന സംവിധാനം മലയാളം കിട്ടണമെങ്കിൽ അന്ന് ശ്രീലങ്കൻ റേഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ശ്രീലങ്കൻ റേഡിയോയിൽ സിലോൺ വർക്ക് ചെയ്തിരുന്ന പ്രിയപ്പെട്ട ലതികേച്ചി 25 കൊല്ലത്തോളം അവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ലതികേച്ചിനാണ് ഈ പ്രാവശ്യം നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചർ ഫോറം അനുമോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വനിതാ ദിനാചരണത്തിൻ്റെ അല്ലെങ്കിൽ വനിതാ ദിനത്തിൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരുന്നു. കൂടാതെ ഇന്ന് ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ സംഘടനയാണ് നെഹ്റു സ്റ്റഡി സെൻറ്റർ. അപ്പോൾ ഇതിനു മുന്നേ നമുക്കറിയാം നവീനേട്ടനെ ഞങ്ങളിവിടെ വന്ന് ആദരിക്കേണ്ടായി. അപ്പോൾ അന്നാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു പോയിരുന്നു ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വാക്ക് പാലിക്കാനായിട്ട് ഇപ്പോഴാണ് സാധിച്ചത്. അതൊരു വനിതാ ദിനത്തിലായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ശ്രീലങ്കയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന സിലോൺ റേഡിയോയിൽ 25 വർഷം സ്വരം നൽകി മലയാളികൾക്ക് സുപരിചിതയായ ലതിക വിവേകാനന്ദനെ വസതിയിലെത്തി അനുമോദിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ധനപാലൻ, പോൾ പുലിക്കോട്ടിൽ, നവീന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ബെന്നി ആഞ്ഞിലപ്പടി, ജഗദീഷ് രാജ് വാളമുക്ക്, അരുണൻ, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കൊരട്ടിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. കോതമംഗലം സ്വദേശി 46 വയസ്സുള്ള ജെയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോയന്ന എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ കറുകുറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5:45 കൊരട്ടി ലത്തീൻ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. കോതമംഗലത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകും വഴി നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അന്തിക്കാട് വന്നേരിമുക്കിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയ പശു കിണറ്റിൽ വീണു. പ്രദേശവാസിയായ വിൻസെന്റിന്റെ പശുവാണ് കിണറ്റിൽ വീണത്. തുടർന്ന് നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം JCB ഉപയോഗിച്ച് പശുവിനെ പരിക്കുകളില്ലാതെ പുറത്തെത്തിച്ചു. വെള്ളിയാഴ്ച രാവിലെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ഓടിയ പശു സമീപത്തെ പുല്ലുമൂടി കിടന്ന് കൈവരിയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വായ്വട്ടം കുറഞ്ഞ കിണറായതിനാൽ പശുവിനെ പുറത്തെടുക്കുന്നത് ദുഷ്കരമായിരുന്നു. തുടർന്ന് നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഫയർഫോഴ്സിന്റെ വാട്ടർ ഹോസ് JCBയിൽ കെട്ടി 2 ഉദ്യോഗസ്ഥർ കിണറ്റിലിറങ്ങിയാണ് വെള്ളത്തിൽ വീണുകിടന്ന പശുവിനെ പരിക്കുകളില്ലാതെ കരക്കെത്തിച്ചത്. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. ചടങ്ങിൽ 2025 ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം പെരുവനം ശങ്കരനാരായണൻ മാരാർക്ക് സമർപ്പിക്കും. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരിനമ്പൂതിരി, ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ ശങ്കർ നമ്പൂരിപ്പാട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥർ, മേളപ്രമാണിമാരായ കിഴക്കൂട്ട് അനിയന്മാരാർ, ഉഷ നങ്ങ്യാർ, പെരുവനം സതീശന്മാരാർ, പെരുവനം പ്രകാശന്മാരാർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A കുമാരൻ, സമിതി മുൻ പ്രസിഡന്റ് P രാമചന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ നിർമാല്യം, വാകച്ചാർത്ത്, വിശേഷാൽ പൂജകൾ, പഞ്ചഗവ്യം, നവകം, കളഭാഭിഷേകം, തുടർന്ന് ശ്രീഭൂതബലി, മേളം എന്നിവ നടക്കും. രാവിലെ 11 മുതൽ പടിഞ്ഞാറേ നടയിൽ പ്രസാദ ഊട്ട് നടക്കും. വൈകിട്ട് 6-ന് നിറമാല, ദീപാരാധന എന്നിവ നടക്കും. തുടർന്ന് യദു S മാരാരും വിപിൻ വിജയൻ കടലാശ്ശേരിയും അവതരിപ്പിക്കുന്ന അഷ്ടപതി അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 860 രൂപ, പവന് 64,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
ഊരകം ALP സ്കൂളിലെ 94-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ സ്കൂൾ തല പഠനോത്സവവും PTA ദിനാചരണവും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.